ഇതിനകത്തിരിക്കുന്ന ദമ്പതിമാർക്ക് ഞാനൊരു ചരിത്രം പറഞ്ഞു തരാം. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് മുഹമ്മദ് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ. പടച്ചവര് ആരാണ് ഫാത്തിമ ബീബിയെ വിവാഹം കഴിച്ചതാരാ? കോടീശ്വരനായിരുന്നില്ല. പടച്ചവനെ ഒട്ടകമുള്ള വീട്ടിലേക്ക് പുല്ല് വെട്ടികെട്ട് കൊണ്ടുകൊടുക്കുന്ന പൈസ കൊണ്ട്, അവിടെ നിന്ന് കിട്ടുന്ന തുച്ഛമായ പൈസ കൊണ്ട് ജീവിക്കുന്ന പാവപ്പെട്ടവനായ മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ പൊന്നുമോളുടെ കയ്യിൽ പിടിച്ചു കൊടുക്കുകയാണ്. അലിയാർ തങ്ങളുടെ കയ്യിലേക്ക് പിടിച്ചു കൊടുത്തു. അവിടുത്തെ ജീവിതം വല്ലാത്ത ജീവിതമോ, അവരുടെ ജീവിതം വല്ലാത്ത ജീവിതമോ. അവസാനം അലിയാർ തങ്ങളുടെ മടിത്തട്ടിൽ കിടന്ന് ഭർത്താവിനോട് പൊരുത്തം ചോദിച്ചിട്ട് യാത്ര പറഞ്ഞിട്ട് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ലോകത്തോട് യാത്ര പറയുകയാണ്. അലിയാർ തങ്ങൾ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ മയ്യത്ത് കുളിപ്പിച്ചു. 3 കഷ്ടം വെള്ളത്തുടിയിലെ ജനാസ പൊതിഞ്ഞു. പള്ളിയിൽ കൊണ്ടുപോയി നമസ്കാരം കഴിഞ്ഞിട്ട് ജന്നത്തുൽ ബഖീ എന്ന് പറയുന്ന ഖബർസ്ഥാനിൽ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ജനാസ കൊണ്ടുപോയിട്ട് 6 അടി മണ്ണിന്റെ അകത്തേക്ക് ജനാസ ഇറക്കി വെച്ചു. പിടിമണ്ണ് വാരി എറിഞ്ഞിട്ട് എല്ലാവരും ഖബറിന്റെ ചാരത്ത് നിന്ന് പിരിയുകയാ. പിടിമണ്ണ് വാരി എറിഞ്ഞിട്ട് എല്ലാവരും പിരിഞ്ഞുപോയി. അല്ലാഹുവേ, അലിയാർ തങ്ങളെ വീട്ടിലേക്ക് കടന്നു വന്നു. വീടിന്റെ അകത്ത് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. അലിയാർ തങ്ങൾക്ക് ഉറക്കം വരുന്നില്ല. കാരണം ഇന്നലെ വരെ കൂടെയുണ്ടായിരുന്ന ഭാര്യയില്ലല്ലോ, ഇന്നലെ വരെ തന്റെ കൂടെയുണ്ടായിരുന്ന ഫാത്തിമയില്ലല്ലോ. ഒരേ ഒരു ദിവസം തന്റെ ഭാര്യയെ കാണാതെ വന്നപ്പോ, ഒരൊറ്റ രാത്രി തന്റെ ഭാര്യയ്ക്കില്ലാതെ വന്നപ്പോ അലിയാർ നിങ്ങൾക്ക് കിടന്നിട്ടുറക്കം വരുന്നില്ല, സമാധാനമില്ല. പടച്ചവരേ, വീട് വിട്ടിറങ്ങുകയാണ്. എവിടേക്കാ കടന്നു പോയതെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഭാര്യ മരിച്ചതിന്റെ 1ാമത്തെ രാത്രി, ഒരൊറ്റ രാത്രി തന്റെ ഭാര്യയെ കാണാതെ വന്നപ്പോ കിടന്നിട്ടുറക്കം വരാതെ അലിയാർ തങ്ങൾ കടന്നു പോയത് എവിടേക്കെന്നറിയുമോ? ജന്നത്തുൽ ബഖീൽ തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ഖബറിന്റെ ചാരത്ത് അലിയാർ തങ്ങൾ കടന്നു ചെന്നിട്ട് അതാ പറയുന്നു, അസ്സലാമു അലൈക യാ ഫാത്തിമ. തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ ഖബറിന്റെ ചാരത്ത് ചെന്ന് നിന്നിട്ട് അലിയാർ തങ്ങൾ സലാം പറയുകയാ. പടച്ചവരെ, സലാം അടക്കുന്നില്ല. രണ്ടാമതും അലിയാർ തങ്ങൾ സലാം പറഞ്ഞു. ഫാത്തിമ ബീബി സലാം അടക്കുന്നില്ല. അലിയാർ തങ്ങൾ ചോദിക്കുന്നു, ഫാത്തിമ